ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയും അനിരുദ്ധനെയും മൂർത്തിയുമാണ്. അമ്മാവൻ എന്താണെങ്കിലും ഒന്ന് ഒരുങ്ങിയിരുന്നു, നമുക്ക് നാളെ രാവിലെ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോകണമെന്ന് അവന്തിക പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ മൂർത്തിയോട് അനിരുദ്ധൻ പറയുകയാണ്, അതെ, വെടിവെക്കാൻ പഠിപ്പിക്കുമ്പോൾ ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പഠിപ്പിക്കണം. ഇന്ന് അവളുടെ കൈകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ അവള് ജയിലിൽ പോയേനെ, അതോടെ നമുക്കെങ്കിലും സമാധാനം കിട്ടിയേനെ. ഇതോ അതും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇനി നാളെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും അനിരുദ്ധൻ മൂർത്തിയോട് പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മണിയറയിലിരിക്കുന്ന നന്ദനെയാണ്. അതേസമയം സന്ധ്യ പാലും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇതൊക്കെ ആരാ തന്റെ കൈ തന്നുവിട്ടതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ അർച്ചനയുടെ പണിയാണെന്നും ചടങ്ങുകളെല്ലാം അങ്ങനെ തന്നെ നടക്കണമെന്ന് അർച്ചന പറഞ്ഞെന്നും സന്ധ്യ പറയുന്നു. രാവിലത്തെ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോഴും ഒരു സമാധാനവുമില്ല, ആ ഞെട്ടല് ഇതുവരെ മാറിയിട്ടില്ലെന്നും സന്ധ്യ പറയുന്നു. എടോ, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവളുള്ളത്, അതുകൊണ്ട് സംഭവിച്ചത് അവസാനത്തേതാണെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇനിയും ഇതുപോലെ അവൾ വന്നെന്നിരിക്കും എന്ന് കരുതി താൻ പേടിക്കുകയൊന്നും വേണ്ട. എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടുമെന്ന് നന്ദൻ പറയുമ്പോൾ എന്തിനും ഞാൻ നന്ദേട്ടന്റെ കൂടെ തന്നെയുണ്ടെന്ന് സന്ധ്യയും പറയുന്നു. എന്റെ ജീവിതത്തിന് ഇപ്പോഴാണ് ഒരു വെളിച്ചം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയെ ചേർത്ത് പിടിക്കുന്ന നന്ദനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും മൂർത്തിയും അനിരുദ്ധനെയുമാണ്. അവര് പോലീസ് കേസൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്തുകൊണ്ടും സൂക്ഷിക്കണമെന്ന് അനിരുദ്ധൻ പറയുമ്പോൾ അവരെന്താണെങ്കിലും എന്റെ നേർക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവന്തിക. അങ്ങനെ അനിരുദ്ധനും മൂർത്തിയും അവിടെ നിന്ന് പോയതിനു ശേഷം അകത്തേക്ക് കയറുന്ന അവന്തിക കസേരയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സമാധാനവും സന്തോഷവുമുള്ള രാത്രിയാണ്. നാളെ മുതൽ അവന്തികയുടെ താണ്ഡവമാണ് ആരംഭിക്കാൻ പോകുന്നത്. അത്രയും പറഞ്ഞ് സന്തോഷത്തോടെ കണ്ണടയ്ക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. അതേസമയമാണ് അനഘയും ആതിരയും സ്നേഹയും കൂടി അവന്തികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അനഘ കഥകൾ തട്ടുമ്പോൾ അവന്തിക കഥക് തുറന്ന് പുറത്തേക്ക് വരികയാണ്. അതേസമയം തന്നെ അനഘ അവന്തികയെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. അവന്തിക ദേഷ്യത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ്. എന്താണെങ്കിലും നീ ഇന്ന് ഞങ്ങളുടെ ചേച്ചിയോട് ചെയ്ത കാര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ കരണം പുകച്ചെന്ന് കൊടുക്കുന്ന ആതിരയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആതിര പ്രതീക്ഷിക്കാതെ അവന്തിക ആതിരയെ തിരിച്ചു തള്ളുകയും ആതിരയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. തടയാൻ നോക്കുന്ന അനഘയും സ്നേഹയും എല്ലാം തന്നെ അടിച്ച് താഴേക്കിടുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ശ്വാസത്തിനായി പിടയുന്ന ആതിരയാണ് കാണിക്കുന്നത്. തുടർന്ന് ആതിരയെ തള്ളി മാറ്റിയതിനു ശേഷം അകത്തേക്ക് പോയി തന്റെ തോക്കുമെടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് അവന്തിക. ഇന്നത്തോടെ എല്ലാത്തിൻ്റെയും കഥ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് അവന്തിക ആതിരയുടെയും സ്നേഹയുടെയും നേരെ തോക്ക് ചൂണ്ടുമ്പോഴേക്കും അനഘ അവന്തികയുടെ പിന്നിലേക്ക് ചെന്ന് അവന്തികയുടെ തലയ്ക്ക് ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് അടിക്കുന്നതാണ് കാണിക്കുന്നത്. ബോധം കെട്ട് താഴേക്ക് വീഴുന്ന അവന്തികയെ കണ്ട് അവരെല്ലാവരും അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ധ്യ സേതുവിന് ചായ കൊടുക്കുമ്പോൾ നീ ഇന്ന് തന്നെ വീട്ടുകാരുടെ ജോലിയെല്ലാം ഏറ്റെടുത്തോ എന്ന് സേതു ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, താക്കോൽക്കൂട്ടം കൂടി ഇങ്ങോട്ടേക്ക് കൈമാറിയാലോ എന്നാ ഞാനിപ്പോ വിചാരിക്കുന്നത്. എന്താണെങ്കിലും അവന്തികയുടെ മുന്നിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് സേതുവും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. ഞാൻ തോറ്റു പിന്മാറിയെന്നായിരിക്കും എല്ലാവരും കരുതുന്നത്, എന്നാൽ അവന്തിക ആരാണെന്ന് അവരിനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അതേസമയം അവന്തികയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അവന്തിക പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേഗം വരണമെന്ന് പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. അവന്തികയുടെ വിജയം ഇനി ഒരു കയ്യകലത്തിൽ മാത്രമാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കിയതിനു ശേഷം അവന്തികയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന വക്കീലിനെയാണ്. ഇപ്പോൾ കളികൾ തുടങ്ങാം അല്ലേ പോറ്റി സാറേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ തീർച്ചയായും തുടങ്ങാമെന്ന് പോറ്റി പറയുന്നു. ഓപ്പറേഷൻ നെല്ലിശ്ശേരി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീടാണ്. അച്ഛന്റെ ചിതാഭസ്മം ഇരിക്കുന്ന മുറിയിൽ ചെന്നുകൊണ്ട് വിളക്കുകളെല്ലാം തുടക്കുകയാണ് ജോലിക്കാരി. ഇത് കാണുന്ന അവന്തിക ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം അവരെ അവിടുന്ന് പറഞ്ഞുവിടുകയാണ്. ഈ മുറി തുടയ്ക്കാനും വൃത്തിയാക്കാനുമൊന്നും നീ വരണ്ട, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. തുടർന്ന് അവന്തിക അച്ഛന്റെ ചിതാഭസ്മം നോക്കിക്കൊണ്ട് പറയുകയാണ്, അച്ഛ, ഇന്ന് അച്ഛന്റെ ദിവസമാണ്. അച്ഛന്റെ മുന്നിലിരിക്കുന്ന ഈ ഫയലില് ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളുമുണ്ട്. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് സുജ. നെല്ലിശ്ശേരിയിലെ സർവ്വതും തകർക്കാനുള്ള ബ്രഹ്മാസ്ത്രമാണ് ഈ ഇരിക്കുന്നത്. അവസാന യുദ്ധത്തിനായി ഇറങ്ങുകയാണ് അച്ഛൻ ഞാൻ. സേതുമാധവൻ ചതിച്ചുകൊണ്ട് അച്ഛനിലൂടെ സ്വന്തമാക്കിയതെല്ലാം തന്നെ തിരിച്ചു പിടിച്ചു. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഇങ്ങനൊരു ദിവസത്തിനായിരുന്നു. എന്താണെങ്കിലും ഞാൻ അച്ഛനൊരു വാക്ക് തരാം, എല്ലാം തിരിച്ചു പിടിക്കാതെ ഞാൻ എന്താണെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.